Very good morning to all. അപ്പോൾ നമ്മുടെ ഫോർത്ത് മോഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്ക് കണ്ടിന്യൂ ആണ്, മോഷൻ ഓഫ് ലിഫ്റ്റ്. മോഷൻ ഓഫ് ലിഫ്റ്റ് എന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ എല്ലാവരും ലിഫ്റ്റൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതാണ് കൺസെപ്റ്റ്. ഈ ലിഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലിഫ്റ്റിൽ ഉള്ള ആൾക്കാരുടെ വെയിറ്റ് പ്ലസ് ലിഫ്റ്റിൻ്റെ വെയിറ്റ്, അത് ഡൗൺവേർഡ് ആക്കിയിട്ടുണ്ടാവും. ആൻഡ് ലിഫ്റ്റ് ഒരു റോപ്പിലായിരിക്കും ഫിക്സ് ചെയ്യുന്നതായിരിക്കാം. ആ റോപ്പിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. നോർമലി ടെൻഷൻ എന്നോ റിയാക്ഷൻ എന്നോ അങ്ങനെയൊക്കെ പറയാം. ഇതിൽ റിയാക്ഷൻ എന്നാണ് മാർക്ക് ചെയ്തേക്കണം. സോ റിയാക്ഷൻ അത് അപ്വേർഡ് ആയിരിക്കും, ഇപ്പോൾ നെറ്റൽ ഫോഴ്സ്. പിന്നെ ലിഫ്റ്റ് മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിരിക്കാം. ലിഫ്റ്റ് അപ്വേർഡ് മൂവ് ചെയ്യണമെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും, ലിഫ്റ്റ് ഡൗൺവേർഡ് മൂവ് ചെയ്യണമെങ്കിൽ ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻസ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് കേസ് ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്, ഫോഴ്സ് അപ്വേർഡാണ്. അപ്പോൾ അപ്വേർഡിലുള്ളത് നമ്മൾ പോസിറ്റീവ് എടുക്കും, ആർ പോസിറ്റീവ്, ഡൗൺവേർഡുള്ളത് നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ ആർ മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് നമ്മൾ എഴുതും. ആർ മൈനസ് അഗെയിൻ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡാണ്, അപ്പോൾ അപ്വേർഡിൽ നമ്മൾ പോസിറ്റീവായി എടുക്കും. അപ്പോൾ ആർ അപ്വേർഡാണ്, ആർ പോസിറ്റീവ്, ഡബ്ല്യു നെഗറ്റീവ്. ആർ മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് എന്ന് എഴുതും. ഓക്കെ, ആർ എന്ന് പറയുന്നത് അതിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ റോപ്പിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ റിയാക്ഷൻസ് ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് അതിലുള്ള വെയിറ്റ് ആണ്. വെയിറ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എം ജി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓർ ആർ മൈനസ് എം ജി ഈക്വൽ ടു എഫിന് വേണമെങ്കിൽ എം എന്ന് എനിക്ക് എഴുതും. സോ എം എ ഈക്വൽ ടു ആർ മൈനസ് എം ജി ഓർ ആർ ഈക്വൽ ടു എം എ പ്ലസ് എം ജി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ആർ ഈക്വൽ ടു എം എ പ്ലസ് എം ജി. ആൻഡ് എം കോമൺ ടൈം ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കും. സോ ഐ ക്യാൻ റൈറ്റ് ആർ ഈക്വൽ ടു എം ഇൻറ്റു എ പ്ലസ് ജി. ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് അപ്വേർഡും ഡൗൺവേർഡും ആയിട്ടുള്ള മോഷൻ അങ്ങോട്ടും മാറിയിട്ടാണ് ഒരു കുറേ ആൾക്കാർ എക്സാമിന് തെറ്റിക്കാറ്. കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇപ്പോൾ ലിഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൽ ലിഫ്റ്റിൽ വെയിറ്റ് ഉണ്ടായിരിക്കും, അതിൽ ലിഫ്റ്റിൽ റോപ്പിൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. ലിഫ്റ്റിന് രണ്ട് മോഷൻ ഉണ്ട്, അപ്വേർഡ് മോഷൻ ഉണ്ട്, ഡൗൺവേർഡ് മോഷൻ ഉണ്ട്. അപ്വേർഡാണ് മൂവ് ചെയ്യണമെങ്കിൽ അപ്വേർഡുള്ള പോസിറ്റീവ്, ആർ പോസിറ്റീവ്, ഡബ്ല്യു നെഗറ്റീവ്. ആർ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ്. ഓക്കെ, ഡബ്ല്യു നമ്മൾ വെയിറ്റ് ആണ്, വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്, എം ജി എന്ന് എഴുതി. സോ ആർ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതി. ആൻഡ് സെക്കൻഡ് കേസ് when the lift is moving downward മൂവ് ചെയ്യുമ്പോൾ downward will be taken as positive. W പോസിറ്റീവ്, R നെഗറ്റീവ്. അപ്പോൾ W മൈനസ് R is equal to F എന്ന് എഴുതും. ആൻഡ് W is equal to mg ആണ്. അപ്പോൾ R is equal to W മൈനസ് F എന്ന് പറയും, അല്ലെങ്കിൽ R is equal to mg മൈനസ് MA എന്ന് വരും. അപ്പോൾ ലിഫ്റ്റ് ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ഉള്ളത് പോസിറ്റീവ്, അപ്വേർഡ് ഉള്ളത് നെഗറ്റീവ്. അപ്പോൾ എം ജി പോസിറ്റീവ്, ആർ നെഗറ്റീവ്. എം ജി മൈനസ് ആർ ഇസിക്കൽ ടു എഫ്, എഫ് ഇസിക്കൽ ടു എം എ. ആൻഡ് ആർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ആർ ഇസിക്കൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നോട്ട് നീഡഡ്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇക്വേഷൻ എഴുതുന്നത് അതിന് ബേസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, സിമ്പിൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് ആയിട്ട് എഴുതി. ഈ രണ്ട് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ലിഫ്റ്റിൻ്റെ എല്ലാ പ്രോബ്ലംസും വരിക. ചോദിക്കാറുണ്ട്, ലിഫ്റ്റിൻ്റെ പ്രോബ്ലം എന്തായാലും ചോദിക്കാറുണ്ട്. നമുക്കൊന്നുകൊണ്ട് പ്രോബ്ലംസ് നോക്കാം. ഇൻ എ ഫാക്ടറി ആൻ എലിവേറ്റർ ഈസ് റിക്വയർഡ് ടു ക്യാരി എ ബോഡി ഓഫ് 100 kg. വാട്ട് വിൽ ബി ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ബോഡി ഓൺ ദ ഫ്ലോർ when the lift is moving upward with a retardation of 0.8 meter per second square. Okay, moving downward with retardation with 0.8 meter per second. Okay, first we will consider the moving upward. ഇപ്പോൾ മൂവിങ് അപ്വേർഡ് ആണെങ്കിൽ നമുക്ക് ആവശ്യം അപ്വേർഡിലുള്ള പോസിറ്റീവ് ആർ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0.8. സോ ആർ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ്. മൂവിങ് അപ്വേർഡ് ആണ്, അപ്വേർഡിൽ പോസിറ്റീവ് എടുത്തു, ആർ ആണ്, ഡൗൺവേർഡ് എം ജി. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് എം ജി ഓർ ആർ ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എം എന്ന് എഴുതും, ഓർ എം ഇൻറ്റു ജി പ്ലസ് എഫ്. ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആറിന് ഒരു ഫോഴ്സ് നെറ്റ് ഫോഴ്സ് ഓൺ ദ ഫ്ലോർ എന്ന് ചോദിച്ചേക്കണം. നെറ്റ് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ ഫ്ലോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ റിയാക്ഷന് ഫോഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ്റെ വാല്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഒരു ബോഡി ആ ലിഫ്റ്റിലെ ഫോഴ്സ് ഫ്ലോറിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് തന്നെയായിരിക്കും ഇവിടെ വരുന്ന റിയാക്ഷൻസ്. സെയിം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്.
ചില 2-3 ടൈപ്പിൽ ചോദിക്കും. വാട്ട് ഈസ് ദ റിയാക്ഷൻ ഓഫേർഡ് ബൈ ദ ബോഡി ഓൺ ദ ഫ്ലോർ, വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ്, വാട്ട് ഈസ് ദ റിയാക്ഷൻ ഇൻ ദ റോപ്പ്, അങ്ങനെ പല കേസിൽ ചോദിക്കും. ഇതിൽ ഒരു വേരിയേഷൻ വരുന്നത് ടെൻഷൻ ഇൻ ദ റോപ്പ് എന്ന് ചോദിച്ചാൽ വി ഹാവ് ടു കൺസിഡർ ദ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ബോഡി കാൽക്കുലേറ്റ് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ടെൻഷൻ ഇൻ ദ റോപ്പ് എന്ന് ചോദിച്ചാൽ വി ഹാവ് ടു കൺസിഡർ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ആൻഡ് വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ഇൻ ദ ലിഫ്റ്റ്, രണ്ടും കൺസിഡർ ചെയ്യണം. ഓർ ദ ഫോഴ്സ് എക്സെപ്റ്റ് ബൈ ദ ബോഡി ഓൺ ദ ഫ്ലോർ, നമ്മളൊരു വീട്ടിൽ നിന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് അവർ വെയിറ്റ്, നമ്മുടെ വെയിറ്റ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇറ്റ് വിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ലിഫ്റ്റ്. നമ്മൾ വീട്ടിൽ നമ്മൾ ഏതെങ്കിലും ഫ്ലോറിൽ നിന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സർഫസ്, എന്നാൽ നമ്മൾ എവിടെയാണോ അല്ലെങ്കിൽ വീട്ടിലാണോ അതോ കാറിലാണോ ഡിപ്പെൻഡ് ചെയ്യില്ല. നമ്മുടെ മോഷനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലാതെ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഫോഴ്സ് എക്സെപ്റ്റ് ബൈ ദ ബോഡി ഓൺ ദ ഫ്ലോർ എന്ന് ചോദിച്ചാൽ നമുക്ക് പേഴ്സണിൻ്റെ വെയിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതല്ല വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കൺസിഡർ ദ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ പ്ലസ് വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ്. ഈ കേസിൽ ലിഫ്റ്റിൻ്റെ വെയിറ്റ് തന്നിട്ടില്ല, നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ചില ക്വസ്റ്റിനിൽ രണ്ടും തരും, എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിൽ ഫോഴ്സ് എക്സെപ്റ്റ് ബൈ ദ ബോഡി ഓൺ ദ ഫ്ലോർ, അപ്പോൾ ആർ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബട്ട് വി ഹാവ് ടു കൺസിഡർ ദ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ഓൺലി. ഓക്കെ, when the lift is moving upward, r minus mg is equal to f, or r is equal to mg plus f, mg plus ma. So m into g plus a will get the value of g plus a 900 Newton. ഇവിടെ നെഗറ്റീവ് വന്നു, എന്താ കാരണം? given as retardation of 0.8, that is why it is 0.8 negative. Okay, in the second case, when this lift is moving downward with the retardation of 0.8 meters, downward ആണ്, downward പോസിറ്റീവ് ആണ്, w minus r is equal to f ആണ്. ഓക്കെ, r is equal to w minus f ആണ്, or mg minus ma is equal to r ആണ്. ഓക്കെ, r is equal to mg minus ma ആണ്, m into g minus a ആണ്, 100 into 9.8 പ്ലസ് 0.8. ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടി ക്യാൻസൽ ആയിട്ട് ബാക്കി പ്ലസ് ആയി. സോ our answer is 1060 Newton. അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും, അപ്വേർഡ് മോഷൻ ആകുമ്പോൾ അപ്വേർഡിൽ പോസിറ്റീവ് എടുക്കുക, ഡൗൺവേർഡ് മോഷൻ ആകുമ്പോൾ ഡൗൺവേർഡിൽ പോസിറ്റീവ് എടുക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിൽ ലിഫ്റ്റിൻ്റെയും പേഴ്സണിൻ്റെയും വെയിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, നോക്കാം. എൻ എലിവേറ്റർ ഓഫ് മാസ് 500, എലിവേറ്ററിൻ്റെ മാസ് 500 കിലോഗ്രാം, അസെൻഡിങ് വിത്ത് എൻ ആക്സിലേഷൻ, അസെൻഡിങ് ആണ്, അസെൻഡിങ് എന്ന് പറഞ്ഞാൽ മൂവിങ് അപ്വേർഡ് ആണ്, ആക്സിലേഷൻ ആണ് 3.3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡ്യൂറിങ് ദിസ് ഓപ്പറേറ്ററിൻ്റെ മാസ് അതിൻ്റെ ഉള്ളിലുള്ള ആളുടെ മാസ് 70 കിലോഗ്രാം. സ്റ്റാൻഡിങ് ഓൺ എ സ്കെയിൽ, സ്കെയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെയിങ് മെഷീൻ ഉണ്ടാവും. സ്റ്റാൻഡിങ് ഓൺ എ സ്കെയിൽ പ്ലേസ്ഡ് ഓൺ ദ ഫ്ലോർ, വാട്ട് ഈസ് ദ സ്കെയിൽ റീഡിങ്? സ്കെയിൽ എത്രയാണ് റീഡിങ്? അയാൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണോ അതായിരിക്കും അതിലത്തെ റീഡിങ്. അല്ലെങ്കിൽ പേഴ്സണെ മാത്രമായിട്ട് എത്രയായിരിക്കും റിയാക്ഷൻ, അതാണ് സ്കെയിലിലെ റീഡിങ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സ്കെയിൽ റീഡിങ് എന്ന് പറയുന്നത് വിൽ കൺസിഡറിങ് ദ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ഓൺലി, ആ റിയാക്ഷൻ, അതായത് റിയാക്ഷൻ്റെ വാല്യൂ എന്ന് ചോദിച്ചിരിക്കുന്നത് by considering the weight of the person only. In second portion, what is the total tension of the cable when during this motion? Total tension എന്ന് പറഞ്ഞാൽ then we have to consider the weight of the body and weight of the person. Okay, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കെയിൽ റീഡിംഗ് വയ്ക്കും. സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു വെയിങ് മെഷീൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ ആൾ കയറിയിട്ടുണ്ട്. അപ്പോഴും മൂവ് ചെയ്യുമ്പോൾ എത്രയാണ് അയാൾ ഓഫർ ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ റിയാക്ഷൻ. സോ വെൻ മൂവിങ് അപ്വേർഡ് അല്ലേ, മൂവിങ് അപ്വേർഡ് r minus w is equal to f, r is equal to w plus f, r is equal to mg plus ma. M is weight of the person only. Okay, so 70 into 9.8 plus 3 scale reading ചോദിക്കുമ്പോൾ. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ ടോട്ടൽ ടെൻഷൻ ഇൻ ദ റോപ്പ്. അപ്പോൾ അതിൽ നമ്മൾ അഗെയിൻ അപ്വേർഡ് തന്നെയാണ് മോഷൻ. അപ്പോൾ നമുക്ക് അഗെയിൻ വീണ്ടും r minus w is equal to f ആണ്, r is equal to f plus w ആണ്, mg plus ma ആണ്, m into g plus a ആണ്. ബട്ട് വി ആർ കൺസിഡറിങ് ദ മാസ് ഓഫ് ലിഫ്റ്റ് ആൻഡ് പേഴ്സൺ, രണ്ടും കൂടിയിട്ടുള്ള മാസം നമ്മൾ എടുക്കാം. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് r into മാസ് ഓഫ് പേഴ്സൺ പ്ലസ് മാസ് ഓഫ് ലിഫ്റ്റ്, രണ്ടും കൂടി അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാണ് ലിഫ്റ്റിൻ്റെ ബേസിക് പ്രോബ്ലംസ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും കുറച്ചുകൂടി ടെൻഷൻ വരുന്ന പ്രോബ്ലംസ്, ടെൻഷൻ മീൻസ് റോപ്പിൽ ഒന്നിനും ടെൻഷൻ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നമ്മുടെ ടെൻഷൻ അല്ല, റോപ്പിലെ ടെൻഷൻ ബേസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ വെച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.